ഞാൻ ഈ പറയാൻ പോകുന്ന സ്വഭാവ രീതികളുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം, അവർ നിങ്ങളുമായിട്ട് സീക്രട്ട് ആയിട്ട് ഒരു കോമ്പറ്റീഷൻ കീപ്പ് ചെയ്യുന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് ഉണ്ടാകുമ്പോൾ അവർ ഒരുപാട് ഹാപ്പിയാണ് എന്നുള്ളതൊക്കെ ബാക്കിയുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടാവും. എന്നാൽ ഉള്ളിൽ അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ജലസി ഉണ്ടായിരിക്കും. ഒരു കോമ്പറ്റീഷൻ മൈൻഡിലായിരിക്കും അവർ നിങ്ങളെ കാണുന്നത്. അതായത് ഉള്ളിൽ ഒരുപാട് അസൂയ വെച്ച് എപ്പോഴും നിങ്ങളുടെ മുന്നിലാവണം, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രോ ചെയ്യരുത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വളരെയധികം സീക്രട്ട് ആയിട്ട് അവരോട് പറയുന്ന ചില കാര്യങ്ങൾ വേറൊരു ഗ്രൂപ്പിൽ പോയിട്ട് ആ ഗ്രൂപ്പിലുള്ള ആളുകളെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സീക്രട്ടുകൾ വളരെ നോർമലായിട്ട് സംസാരിക്കുന്ന കൈൻഡ് ഓഫ് ആളുകൾ. ഇനി മൂന്നാമത്തെ കാര്യം, അവർ നിങ്ങളെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ശരിക്കും ഒരു പ്രശ്നം വരുമ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അവരോടൊരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവരവിടുന്ന് ഡിസപ്പിയർ ആയി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനർത്ഥം അവർ ശരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ശരിക്കും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ ഒരു ഫണ്ണായിട്ട് മാത്രമാണ് കാണുന്നത്, അല്ലെങ്കിൽ അതിലൊരു ലോയാലിറ്റി ഇല്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ കാണിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും നമ്മുടെ ഗ്രോത്തിനും നമ്മുടെ മെന്റൽ ഹെൽത്തിനും നല്ലത്. സോ കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.